എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരിക്കണം. മോൾ ഈ വീട്ടിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വിഷുവാ. മോൾക്ക് ഈ വർഷം വേണ്ടത് എന്തൊക്കെയാന്ന് വെച്ചാ കണ്ണനോട് പ്രാർത്ഥിച്ചോളൂ. ഞാനേ 1-2 കൂട്ടം സാധനങ്ങളും കൂടി ഉണ്ട്, എടുത്തോണ്ട് വരാവേ. നിനക്കറിയാലോ കൃഷ്ണ, കുറെ കാത്തിരിപ്പിനും പ്രശ്നങ്ങൾക്കും ശേഷം വക്കീൽ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്. ആദ്യ രാത്രി ഒരുപാട് പ്രതീക്ഷയോടെ മുറിയിൽ കയറിയപ്പോഴാ ഞങ്ങൾ 2 പേരിൽ ഒരാൾക്ക് നല്ലൊരു ജോലി കിട്ടുന്നത് വരെ വിശ്വാമിത്രനാകാനുള്ള തീരുമാനം വക്കീല് പറയുന്നത്. എനിക്ക് ജോലി കിട്ടണമെങ്കിൽ കുറഞ്ഞത് 4 കൊല്ലമെങ്കിലും എടുക്കും. അത്രയും പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. വക്കീല് സ്വന്തം കഴിവുകൊണ്ട് മജിസ്ട്രേറ്റ് ടെസ്റ്റ് പാസ്സാവുന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. ഇനി നിന്നിൽ മാത്രം എന്റെ പ്രതീക്ഷ. എത്രയോ അത്ഭുതങ്ങളും മായകളും കാണിച്ച ആളാ നീ. എങ്ങനെയെങ്കിലും വക്കീലിനെ ആ ടെസ്റ്റിൽ ഒന്ന് പാസ്സാക്കാവോ? ബുദ്ധിമുട്ടാണെന്ന് അറിയാം, എങ്കിലും ഒന്ന് ശ്രമിക്കണേ പ്ലീസ്. മോളെ, ഇതാ മോളെ, ഇതും കൂടെ വെച്ചോ. ഇനി വൈകിപ്പിക്കണ്ട, മുകുന്ദനെ വിളിച്ചോ. അതെന്തിനാ? ഇത്രയും കാലം അമ്മയല്ലേ വക്കീലിനെ കണി കാണിച്ചിരുന്നത്. അപ്പൊ ഇനിയും അങ്ങനെ തന്നെ മതി. അത് പറ്റില്ല. ഇനി അങ്ങോട്ട് എന്റെ ഉത്തരവാദിത്തങ്ങൾ ഓരോന്നായിട്ട് ഞാൻ മോളെ ഏൽപ്പിക്കാൻ പോവാ. ഞാൻ എത്രയാന്ന് വെച്ചിട്ട് അവന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്. ഇനി അതൊക്കെ മോള് വേണം ഏറ്റെടുത്ത് ചെയ്യാൻ. ചെന്ന് വിളിച്ചോണ്ട് പോവാ.